വീണ്ടും വന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ന്യൂട്രിറ്റീവ് വാല്യുള്ള കാടമുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മുട്ട വേവിച്ചൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ കാടമുട്ട മസാല സ്റ്റിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 കാടമുട്ട വേവിച്ച് തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല വേണം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് കാടമുട്ട മസാല സ്റ്റിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇത് കരിഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് മൂത്ത് വരാനേ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാടമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് എല്ലാ മുട്ടയുമേയും ഓരോ ടൂത്ത് പിക്ക് കൂടി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കാടമുട്ട മസാല സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മുട്ട റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.